എല്ലാവർക്കും ലിജോസ് നുബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങള് സൗത്ത് ഓക്ലൻഡിലുള്ള ക്ലെവിഡൺ എന്നുള്ള സ്ഥലത്തില് ഡൂഡർ റീജിയണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്ക് സന്ദർശിക്കാൻ എത്തിയേക്കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആണ്, നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ. അതുപോലെ തന്നെ കുറെ ഷീപ്പും കവും ഒക്കെ ഉണ്ട്. പിള്ളേർക്ക് ഒരു വോക്കും ആകും, എല്ലാം ഒന്ന് കാണാനും ഒക്കെ പറ്റും. അതുകൊണ്ട് നമുക്കൊരു റെഗുലർ എക്സസൈസ് ഒക്കെ വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ പോയാലല്ലേ നടക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വോക്കിങ്ങിനൊക്കെ ഇറങ്ങിയേക്കേട്ടോ. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. വിന്റർ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സണ്ണി ആയതുകൊണ്ട് ഇന്നിപ്പം നല്ല രസമുണ്ട്. കാറ്റുണ്ട്, തണുത്ത കാറ്റാണ്. പക്ഷെ ഓക്കെ, ഇച്ചിരി സൂര്യനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി വരത്തില്ലേ. ഇത് കടലല്ലേ, ഉൾക്കടല്, ഒരു ഉൾക്കടലാണത്. ഭംഗിയുണ്ട്. മലയിടക്കുകളിലൂടെ കടലും പിന്നെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു തുടങ്ങിയപ്പോഴേ ഉണ്ടല്ലോ, ആ കടലിന്റെ എവിടെ നിന്നും കൂടെ ആയിരിക്കും നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല തണുപ്പ് തുടങ്ങി. അപ്പൊ ഞങ്ങള് ക്യാപ്പൊക്കെ ഇട്ട് ഞങ്ങള് സെറ്റ് ആകാൻ വേണ്ടി പോവാ. ഈ സ്ഥലത്തൊക്കെ കുറച്ചും കൂടെ തണുപ്പാണ്, കുറച്ച് സണ്ണി എവിടെ ഉള്ളൂ. ഇനി ഇച്ചിരി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മലയുണ്ട്. അപ്പൊ മലയുടെ അവിടെയോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടും. അപ്പൊ ഈ തണുപ്പ് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാൻ നല്ല ഭംഗി കേട്ടോ. ഈവൻ നമ്മളാ കടലിലോട്ട് നോക്കിയപ്പോ ആ കടലിന്റെ കളേഴ്സ് പോലും അത് 3 കളറായിട്ട് സെപ്പറേറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ന്യൂസിലൻഡിന്റെ ഭംഗി കേട്ടോ, നല്ല ഭംഗിയാ. അങ്ങോട്ട് നോക്കിക്കേ, നിങ്ങൾ കണ്ടോ? ഇതുകൾക്ക് ഒത്തിരി പേഴ്സ് കളിക്കുന്നേ. നമുക്ക് വാക്കിങ്ങിനും അത് നല്ല സുഖം എന്ന് വെച്ചാൽ നമുക്ക് പേടിക്കൊന്നും വേണ്ട. പിള്ളേരെ ഫ്രീ ആയിട്ട് ഇടാം, കൈ പിടിച്ചോണ്ട് നടക്കൊന്നും വേണ്ട, അവരും ഓടിക്കോളും. പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഫണ്ണായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് വോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്ര ഫ്രീ ആയിട്ട് മനസ്സിനെ ഒന്ന് റിലാക്സ് ഒക്കെ ആക്കി നമുക്ക് വോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളും ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും എത്ര സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നടക്കാനും എടുക്കാനൊക്കെ പോകണം പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ വഴിയെ കൂടെ അങ്ങ് നടന്നു കഴിഞ്ഞാല് നമുക്ക് ബേ കാണാം. അപ്പം ഇവിടെ 2 ബേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറങ്ങി ഈ മെറ്റൽ കഴിക്കുന്ന വഴിയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇവിടെ നമുക്കൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതിന്റെ മുകളിൽ കൂടെ കയറണമെങ്കിൽ അങ്ങോട്ട് സ്റ്റെപ്പും ഉണ്ട്. എൻട്രി ഓപ്പൺ. Everybody should not come inside. I gotta speak. Why should we come down inside like a gate? ക്ലോസ് ചെയ്തേക്കടാ. Gate. നമ്മള് ബുഷ് വാക്കിന് ഇറങ്ങി തിരിച്ചേക്കട്ടെ. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിറച്ച ട്രീസ് ആട്ടോ. ഇപ്പൊ നെറ്റി ട്രീസ് കൂടുതലുള്ള സ്ഥലം ഇവിടെ. അവര് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു നെറ്റി ട്രീസ് ഒന്ന്. ഒരു കാട് കണക്ക് തോന്നും. പിന്നെ ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. പ്രത്യേകിച്ച് പാമ്പില്ല, ന്യൂസിലൻഡിൽ പാമ്പില്ലാത്തതുകൊണ്ട് നമുക്ക് താഴെ നോക്കുകയും വേണ്ട. അതുകൊണ്ട് നല്ല രസമാണ് നടക്കാന്. കൂൾ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ കാറ്റൊന്നും അടിക്കുന്നില്ല ഇപ്പം. ആ തണുപ്പൊക്കെ ഒന്ന് മാറി കേട്ടോ. പിന്നെ ഇതിന്റെ ഇപ്പുറം ബേ ആട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അതിൽ കൂടെ ഇറങ്ങി വേണമെങ്കിലും ബേയുടെ അവിടെയോട്ട് പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ മണ്ണും ചെളിയായിട്ട് കിടക്കുക. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പൊ പ്രോപ്പർ വേ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. നമ്മള് താഴെ ബേയിലോട്ടൊന്ന് ഇറങ്ങി പോവാണ്. അവിടെ ചെറിയൊരു വഴിയുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ദിവയൊന്ന് വീണു. അപ്പൊ അവള് സാഡാണ്, പക്ഷെ അവളിപ്പൊ ഹാപ്പി ആകും അല്ലേ കുഞ്ഞു? ദേ പണ്ട് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ, തെന്നി കിടക്കുന്ന വണ്ടി കൂടെ ഒക്കെയാ ചെരുപ്പൊന്നും ഇല്ലാണ്ട് ഇറങ്ങുന്നേ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണേ. അപ്പൊ ഒന്ന് നോക്കിക്കേ, എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഉൾക്കടലാണ് കേട്ടോ. ഇതിപ്പോ ഈ സൈഡിൽ അധികം വെള്ളമില്ല, പക്ഷെ ആ സൈഡിലോട്ട് നല്ലപോലെ വെള്ളമുണ്ട്. നമുക്ക് ഈ ബേയുടെ കൂടെ കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം. നല്ല ഭംഗി കേട്ടോ. ഇച്ചിരിയും കൂടെ ഒരു
എന്താ പറയാ വാമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് വന്ന് ഒരു ഫ്ലാസ്കിൽ കുറച്ച് ചായ ഒക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യായിരുന്നു. ഞങ്ങള് തിരിച്ച് കേറുവാ കേട്ടോ. നമ്മുടെ ബുഷ് വാക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇവിടെ നല്ല പോലെ തെന്നി കിടക്ക കേട്ടോ. അപ്പൊ പിള്ളേർക്ക് കയറി വരാൻ ഭയങ്കര പാടാണ്. നമ്മള് ഇതിന്റെ അടുത്ത ബേയിലോട്ട് ഇറങ്ങി പോവാ കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ഇത് സ്ലിപ്പറി ആയിട്ടുള്ളതല്ല, നല്ല മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഇച്ചിരി കുത്തനെയുള്ള വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു നല്ല മരം ഇങ്ങനെ ചെരിഞ്ഞ കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേറിയൊക്കെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ല വ്യൂ ഉള്ള മരം അല്ലേ. നമ്മളെ കഹോന പ്യാർ ഹെ ആ മൂവി സോങ് ഇല്ലേ, അതില് കാണിക്കുന്ന സീൻ കണക്ക് കുറെ തോന്നും കേട്ടോ നമ്മളിവിടെയൊക്കെ വന്നു കഴിയുമ്പോ. അച്ഛക്ക് പോസ് ചെയ്ത് കൊടുത്തു, അച്ഛക്ക് പോസ് ചെയ്ത് കൊടുത്തു. ഒരാള് ഭയങ്കര ഹെൽത്തി വോക്കിനായിട്ട് കൊണ്ടുവരുന്നതാണ്. നല്ല പോലെ മാക്സിമം അങ്ങ് നടത്തിക്കും. അയ്യടാ, നിങ്ങളിവിടെ എലിപ്പട്ടി ഉണ്ടോ? ഇവിടെ എലിപ്പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എലിശല്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് എലിപ്പട്ടി കണക്കത്തെ സംഭവങ്ങൾ കാണാം കേട്ടോ. ഇവിടെ എന്താ പറയാ, പെസ്റ്റിനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവര് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതിലൊന്നും പിള്ളേരാണെങ്കിലും അതൊന്നും ടച്ച് ചെയ്യില്ല എന്നുള്ളത്. ഇത് അനിമൽ ട്രാപ്പ് ആണ് കേട്ടോ. ഇതിൽ പോസം അത് കണക്കുള്ള പെസ്റ്റുകളുണ്ട്. അതൊക്കെ വരുമ്പം എന്തപ്പം വന്നു കഴിയുമ്പോൾ അതുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഒത്തിരി നല്ല ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ശരിക്കും ഉണ്ടല്ലോ. നമ്മുടെ മനസ്സിനൊക്കെ ഒത്തിരി ഒരു എന്താ പറയാ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയൊക്കെ കേട്ടോ. ഗ്രീനറിയും അതിന്റെ കൂടെ നമുക്ക് കടലും, അതും കടലൊക്കെ കാണാൻ എന്നെ രസമാന്ന് നോക്കിയേ. പച്ചപ്പ് നിറഞ്ഞ കുറെ മലനിരകള്, അതിന്റെ ഇടയ്ക്കൂടെ നോക്കിയാൽ കാണാം ഇതിന്റെ ഒരു ഗ്യാപ്പ്. എനിക്ക് തോന്നുന്നു ആ കടലിലോട്ട് പോകുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. എന്നാലും വോക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എന്താ പറയാ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ഹെൽത്തി വൈസ് ആണേലും ഞങ്ങൾ അങ്ങനെ വോക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് കാറ്റും തണുപ്പും കൊണ്ട് നല്ല പരുവാകും എല്ലാവരും. പക്ഷെ പിള്ളേരാണേലും അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദിവ മാത്രം പാവം, അത് കൊച്ചല്ല, അവൾക്ക് ഇത്ര നേരം വോക്കുണ്ട്. ഇതിപ്പോ 3-4 കിലോമീറ്റർ വോക്കിക്കൊണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടൊരു ടയേർഡ് വരത്തുള്ളൂ. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയാ ഒരു നല്ല ഒരു എൻവയോൺമെന്റിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവാണല്ലോ. കണ്ടോ അമ്മ വോക്കേനെ കണ്ടോടാ. ഇതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ബാലൻസ് പണ്ട് സ്കൂളിലൊക്കെ പോവും ഇതുപോലും ഇല്ല. 3 വള പാലത്തിലൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. ഇല്ലടാ പൊന്നോ, ഇത് കണ്ടോ യെല്ലോ സൈൻ കണ്ടോ? ദാറ്റ് മീൻസ് വി ആർ കറക്റ്റ്. കണ്ടോ നടന്ന് അങ്ങോട്ടല്ല.
ഇങ്ങോട്ട് നിൽക്കൂ. It's at a police place. അടിപൊളി പ്ലേസ് ആണോ? അടിപൊളിയാണോ? ഇവിടെ ദിവ ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ ദിവനെ കുറച്ച് നേരം അച്ഛ എടുത്തോണ്ട് നടക്കുക. അപ്പൊ അച്ഛ നമ്മുടെ വീഡിയോയിലൊന്നും ഇല്ലായിരുന്നു. ക്യാമറമാൻ എപ്പോഴും വീഡിയോയുടെ പുറകിലായി പോകും. ക്യാമറമാനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ക്യാമറ കൂടെ എടുത്തേക്കാം. വീഡിയോ നേട്ടം തിരിഞ്ഞ് നടക്കുക. പൊക്കം വീണ്ടും നമ്മൾ ബുഷ് വാക്ക് ചെയ്യാട്ടാ. നമ്മുടെ ബേ കഴിഞ്ഞ് നമ്മൾ ബുഷ് വാക്കിലോട്ട് തിരിക്കല്ലേ. നമുക്ക് ഫാമൊക്കെ കാണാനുണ്ട്. അപ്പൊ ആ സൈഡിലോട്ട് പോണം. പിള്ളേർ ടയർഡായി തുടങ്ങി. ഇപ്പൊ 1.5 മണിക്കൂർ അയാൾ നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ. നോക്കിക്കേ, എന്റെ പുറകില് കണ്ടോ, നല്ല അടിപൊളി സ്ഥലം അല്ലേ. നല്ല രസമുണ്ട് കാണാന്. അവിടെ നമുക്ക് കടല് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിറച്ച് ഗ്രീനറീസ്. ഇവിടെ സൈഡിലോട്ട് നോക്കിക്കേ, ഇവിടെ നിറച്ച് ഷീപ്പുണ്ട് കേട്ടോ. ഷീപ്പും പ്രഗ്നന്റ് ഷീപ്പുകളാ. കണ്ട ഒരു പുല്ല് നിന്നോണ്ടിരിക്കുക. അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് ഷെഡിന്റെ പുറത്തൂടെ നടക്കുന്നേ. എന്റെ അകത്ത് കയറുന്നില്ല. നോക്കിക്കേ, അപ്പൊ ഇതാണ് സ്വർഗം. ന്യൂസിലൻഡ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നുള്ള നല്ലൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഈ നോക്കിക്കേ, നല്ലൊരു സീനറി ഉണ്ടോ. റീസെന്റ് കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അതിനകത്ത് ഇതിന്റെ ഫുൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ന്യൂസിലൻഡിന്റെ ആ ബ്യൂട്ടി മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങളുണ്ടല്ലോ ഒരു അഡ്വഞ്ചറസ് ജമ്പിങ് ഒക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം കണ്ട നല്ല ഒരു വ്യൂ. വീണ്ടും നല്ല അടിപൊളി ഒരു സീൻ കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകും. ഓക്കെ, ഇവിടെയാണേലേ നോക്കി ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം. വെള്ളം എടുക്കടാ. അങ്ങനെ ഞങ്ങള് തിരിച്ച് നടക്കുകയാണ്. ഭയങ്കര വോക്കായി പോയി കേട്ടോ. ഞങ്ങള് ആകപ്പാടെ ടയർഡ്. ആക്ച്വലി നേച്ചറൊക്കെ ബ്യൂട്ടിയാണ്, പക്ഷെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അത് കുറേ വോക്കുണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ 1.5-2 മണിക്കൂറായി. ഉച്ച കഴിഞ്ഞ് 2 മണിയായി. പിള്ളേരെ ഒന്നും കഴിച്ചിട്ടില്ല. അവര് നല്ലപോലെ ടയർഡായിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ട്രീ ഉണ്ട്, നിറച്ച് റെഡ് ഫ്ലവേഴ്സ് അല്ലേ ജീവ? റെഡും ഓറഞ്ച് ഫ്ലവേഴ്സ് ആണോ? ഗുഡ് ഫ്ലവേഴ്സ്. വലിയ മരം അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഫ്ലവറെ. അതിന്റെ ഇടയ്ക്ക് ഞാനും മല കയറാൻ പോയി. അവന് മല കയറി മുകളിൽ പോകണമെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കയറുമ്പോൾ മല കയറുവാടാ. ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ. നമ്മൾ മലയുടെ മുകളിൽ നിന്ന് എടുത്താട്ടോ. അടിപൊളിയല്ലേ? എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണാൻ. നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോഴാട്ടോ നല്ല അടിപൊളി വ്യൂ. എന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. അതുപോലെ തന്നെ താഴെ കണ്ട് നമുക്ക് ഫാമാണ്. അവിടെ ഷീപ്പൊക്കെ നിൽക്കുന്നത് കാണാം. വൈറ്റ് സ്പോട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഷീപ്പാട്ടോ. നിങ്ങൾ ഈ ടൂർ പാക്കേജസ് ഒക്കെ എടുക്കില്ലേ ഓവർസീസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ? അപ്പം ഉറപ്പായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ ന്യൂസിലൻഡ് കാണണം. ന്യൂസിലൻഡിൽ ഒത്തിരി നല്ല പ്ലേസസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസസ്. ആടിനെ കണ്ടോ? നമ്മൾ ചെമ്മരിയാടാ കേട്ടോ. ശരിക്കും ഇതൊരു മൗണ്ടൻ ഹൈക്കിംഗ് അല്ലേ ചേ? ഒത്തിരി ഉണ്ട്. നമുക്ക് ആ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മലയുടെ മുകളിലൊക്കെ കയറി നടക്കാൻ വരുന്നു. പക്ഷെ ഭയങ്കര പിള്ളേരും കൊണ്ട് അവരും ടയേർഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇവരൊക്കെ വലുതാവട്ടെ, നമുക്ക് പോകാം. അപ്പൊ അമ്മ ടയേർഡ് ആവും.
അമ്മ ബോൾഡായി. ഇനി നോക്കിയത് അതിന്റെ ബാക്ക് സൈഡ് ആയിട്ടോ, നമ്മളെ റിവർ കണ്ടില്ലായിരുന്നു, അതിന്റെ ബാക്ക് സൈഡ് ഇത്. ഇനി നമ്മൾ ഇതിന്റെ താഴോട്ട് ഇറങ്ങാൻ പോകുവാണ്. ഫുള്ള് പുൽമേടുകളാ, നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകള്, നല്ല ഉഗ്രൻ ആംബിയൻസ്. അപ്പൊ ഇന്നത്തെ നേച്ചർ വോക്ക് ഞങ്ങള് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ഞങ്ങളൊരു 2.5-3 മണിക്കൂറിനടുത്ത് ഞങ്ങൾ നടന്നിട്ടുണ്ട്. നല്ലപോലെ ടയർഡായി. ഫുഡ് കഴിച്ചില്ല, ഉച്ചക്കലത്തെ ഫുഡ് 2-3 മണി സമയമാണ്. അപ്പം പിള്ളേരും ടയർഡായി. അപ്പം ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.